ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് എൻ്റെ ഒരു നൈറ്റ് ടൈം റുട്ടീനാണ് കേട്ടോ. നമ്മൾ തായ്ലൻഡിൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതുവരെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് തായ്ലൻഡിൽ പോയ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും വീഡിയോസ് വരാനുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണാത്തവരുണ്ട്, അപ്പോൾ കണ്ടു നോക്കാൻ മറക്കരുത് കേട്ടോ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും. അപ്പോൾ ഇപ്പോൾ നൈറ്റ് ടൈമാണ്, നല്ല മഴ നടക്കുന്നുണ്ട്, മഴയാണ് കേട്ടോ പുറത്തൊക്കെ. അതുകൊണ്ട് ഞാൻ മൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ലൈറ്റ് വെച്ചിട്ടുണ്ട്. മൈക്ക് എത്രത്തോളം വർക്ക് ചെയ്യുന്നത് അറിയില്ല. നമ്മൾ തായ്ലൻഡിൽ ഫോണിൽ മുന്നെടുത്ത വീഡിയോയിലേക്ക് പണി കിട്ടിയതാണ് കേട്ടോ സംഭവം വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ എത്രത്തോളം വർക്കാവുന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല ഇരുട്ടും കൂരാകൂരി ഇരുട്ടും മഴയൊക്കെയാണ്. ഞാൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്, രാത്രിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് തായ്ലൻഡിൽ നമ്മൾ കുറേ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു പെട്ടി അൺബോക്സ് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി. ഒക്കെ ആയിട്ട് നമ്മൾ തായ്ലൻഡിൽ നിന്ന് വന്നിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ അത്. വേറെ വീഡിയോസ് ഒന്നും ഞാൻ ഇതിനിടയ്ക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ വീഡിയോയുടെ ഇൻട്രോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി വീടിനകത്തേക്ക് കയറിയിട്ടാ. ഇനിയിപ്പോൾ പുറത്ത് നല്ല മഴയല്ല, അപ്പോൾ മിന്നലും കാര്യങ്ങളൊക്കെ വന്നാലോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ വേഗം പിന്നെ ഇരുട്ടുവാണ്. നമുക്ക് പിന്നെ വേഗം വീഡിയോ എടുക്കണമല്ലോ, അൺബോക്സ് ചെയ്തിട്ട് വേണം സംഭവങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാനായിട്ട്. ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല, ഒരു പെട്ടി ഞാൻ തുറന്നിട്ടില്ല. നമ്മൾ പോരുന്ന സമയത്ത് ഒക്കെ ആ പെട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ബബ്ലൂസ് നാരങ്ങ കേട്ടോ, വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് പിങ്കാണോ മഞ്ഞാണോ എന്ന് അറിയില്ല, എനിക്കിത് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തുറന്ന് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് പൊളിച്ച് നോക്കണം. ഞങ്ങൾ ബബ്ലൂസ് നാരങ്ങ എന്നാണ് പറയുക, നിങ്ങൾ എന്താ പറയുക താഴെ കമൻറ്റ് ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിന്. നമ്മൾ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയ എല്ലാ ഐറ്റംസും ഈ ഒരു കുഞ്ഞു ട്രോളി ബാഗിലുണ്ട് കേട്ടോ. നമ്മൾ ആമിക്കുട്ടിയുടെ ട്രോളി ബാഗ് കൂടെ അടിച്ചു മാറ്റി, എന്നിട്ട് പോരുന്ന സമയത്ത് വാങ്ങിയ ഐറ്റംസ് എല്ലാം ഇതിൽ വെച്ചിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ. ഇതിൽ എൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ചേട്ടന് വേണ്ടതൊക്കെ ചേട്ടൻ ഇതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്, ആമിക്കുട്ടിയും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയ ഐറ്റംസ് മാത്രം. നമ്മൾ വേറെ കുറച്ച് ചോക്ലേറ്റ് സ്നാക്സ് കാര്യങ്ങളോ വേറെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊന്നും ഇതിലില്ല കേട്ടോ. പിന്നെ തക്കുടൂന് വാങ്ങിയത്, അവള് കൊണ്ടുപോയിട്ട് മണിക്കൂട്ടം വാങ്ങിയത്, അങ്ങനെ ഇതിൽ എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ആദ്യം വരുന്നത് എൻ്റെ ഈ ഒരു ഹാൻഡ് ബാഗാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയ ഒരു ഐറ്റം ആട്ടോ. കുറേ നോക്കി നടന്ന് വാങ്ങിയ ഐറ്റമാണ്. എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ തായ്ലൻഡിലോട്ട് പോണതിന് മുന്നേ ബാഗുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗുകൾ, എനിക്ക് ട്രൈപോഡ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊള്ളണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ബാഗ് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ബാഗുകൾക്കൊക്കെ ഭയങ്കര റേറ്റ്, അതായത് നല്ല ബ്രാൻഡഡ് ആണ്, അതുകൊണ്ടായിരിക്കാം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേണ്ട, എന്തായാലും ചിലവാണല്ലോ, അതിൻ്റെ കൂടെ ഇനിയൊരു ചിലവും കൂടെ താങ്ങാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങാണ്ട് അത് വേണ്ടാന്ന് വെച്ച് പോയി. അത് നന്നായി എന്ന് എനിക്ക് തോന്നുക, കാരണം തായ്ലൻഡിൽ പോയപ്പോഴും അതിൻ്റെ പകുതി രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് ഈ ഒരു ബാഗ് കിട്ടിയത്. അത് ഈ ഒരു ബാഗ് മാത്രമല്ല, 2 ബാഗ് വാങ്ങി. നമ്മുടെ നാട്ടിലത്തെ എന്താ പറയുക, എത്ര രൂപ വരും, 800 600 രൂപ, 800 രൂപ. 800 രൂപയ്ക്ക് ഞാൻ നോക്കിയപ്പോഴും പോണേന് മുന്നൊക്കെ ഞാൻ ഓരോ സൈറ്റുകളിൽ നോക്കിയപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. 1000-2000 രൂപയൊക്കെയാണ് ഇതുപോലത്തെ മോഡൽ ബാഗുകൾക്ക്. അവിടെ 800 രൂപയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ സെയിം 2 ബാഗ് കിട്ടി. ഇതിൻ്റെ ചെറിയൊരു സൈസ്, നമുക്ക് ഡെയിലി ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞ ടൈപ്പ് സൈഡ് ബാഗും, പിന്നെ ഇങ്ങനത്തെ വലിയൊരു ഹാൻഡ് ബാഗും കിട്ടി. അത് അമ്മ എടുത്തോട്ടെ, ചെറുത്, ഇതിൻ്റെ സെയിം മോഡലാണ്. അതൊന്നും കൂടെ ക്യൂട്ടാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു അത്. അപ്പം അത് അമ്മ എടുത്തു, ഇത് ഞാനെടുത്തു. ഇതെങ്ങനെയാണെന്ന് വെച്ചാലേ ഇതിന് വലിയൊരു സ്ലിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാം. നല്ല ഭംഗിയാണെന്ന് ഇത് കണ്ട, ഇങ്ങനെ 2 ഇത് വരുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വലിയൊരു സ്ട്രിങ് അവർ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ല, ഞാൻ വേറെ എടുത്ത് വെച്ചു തോന്നുന്നുണ്ട് കേട്ടോ. കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു ഐറ്റമാണ് ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിലെന്തായിരുന്നു, ഓക്കെ, ഇതിലെൻ്റെ മേക്കപ്പ് ഐറ്റംസാണ്. മേക്കപ്പ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ഇതിലെടുത്ത് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. മേക്കപ്പ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഞാൻ പോണേൽ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചില ഐറ്റംസ് ഒക്കെ കൂടെ ഇതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസോർഡർ ആയിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ എടുത്ത് ഇരിക്കിട്ടു. ഇതിലിപ്പോൾ എന്തിട്ടാ വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫൗണ്ടേഷൻ വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളതൊന്നുമല്ല. ഞാൻ ഈ ഒരു ലാഗേളിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, പ്രോ കവറേജ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ ഒരുപാടൊന്നും ഇടില്ല കേട്ടോ, അങ്ങനത്തെ ഫുൾ കവറേജ് കിട്ടണം എന്നുള്ള രീതിയിൽ ഇടുന്നത് എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡോട്ടായിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിന് കുറച്ചേ ഇടുള്ളൂ. പിന്നെ എൻ്റെ പ്ലമ്മിൻ്റെ ഈ ഒരു പെർഫ്യൂം കഴിഞ്ഞു കേട്ടോ, അവിടെ പോയി പഠിച്ചടിച്ച് തീർന്നു കേസ്. അതുപോലെ തടിയായിരുന്നു അടിച്ചിരുന്നത്. കണ്ടോ, പ്ലം ബോഡി ലവിൻ്റെ വാനില
കാരമൽ എന്ന് പറയണ ഈ ഒരു കാരമല്ലോ എന്ന് പറയണ ഈ ഒരു ഫ്രാഗ്രൻസ് വരുന്ന പെർഫ്യൂം തീർന്നു കേട്ടോ. കണ്ടോ കാലിയായി, നമ്മൾ തൈലിൽ പോയപ്പോൾ കാലിയാക്കിയതാണ്. പിന്നെ ലോട്ടസ് ഹെർബൽസിന്റെ ഈ ഒരു വൈറ്റ് ഗ്ലോ ജെൽ ക്രീം ഉണ്ടല്ലോ, ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്നതാണ് കേട്ടോ. തൈലിൽ പോണതിൻ്റെ അടുത്ത് ഞാൻ ഇതൊന്നും കൂടെ റീപർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ സ്കിൻ വൈറ്റനിങ്, ബ്രൈറ്റനിങ്, ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ വൈറ്റനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു അത്യാവശ്യത്തിന് നല്ലൊരു ക്രീമാണ്. ഞാൻ യൂസ് ചെയ്തിരുന്ന സമയത്ത് പിന്നെ എന്തുകൊണ്ട് നിർത്തിയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വേറെ ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്താന്ന് വിചാരിക്കണു. പിന്നെ വാങ്ങിയത് സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. ഇത് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ്. റോസ് ഗോൾഡ് ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇതിടുമ്പോഴല്ലോ നല്ലൊരു ഗ്ലോ ആണ്. തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കുറേ ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രൊമോഷൻ ബേസിലല്ലാട്ടോ ഞാൻ പറയണത്. ഒത്തിരി നല്ലതാണ്. നല്ലോണം എന്താ പറയുന്ന ഒരു ഇന്നർ ഗ്ലോ പോലെ നമ്മുടെ ഫേസിന് തോന്നും കേട്ടോ ഇതിട്ട് കഴിഞ്ഞാൽ. നല്ലൊരു ഗ്ലോ കാണി. പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന സൺസ്ക്രീൻ ഞാൻ എൻ്റെ വ്ളോഗിലൊക്കെ കാണിക്കാനായിട്ട് മറന്നു. ഈ ഒരു സംഭവമാണ്. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. SPF 50 PA+++ ഉണ്ട് കേട്ടോ. ഇത് ഡെമാക്കോൻ്റെ ആണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതായിരിക്കും കേട്ടോ ബെസ്റ്റ് സാധനം. കാരണം എന്താ പറയുക, ക്വിക്കായിട്ട് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യും. ഹൈലറോണിക് ആസിഡിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക സൺസ്ക്രീൻ സ്പ്രേ ആണ് കേട്ടോ. ഞാനത് സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റിക്കിനേക്കാളും നല്ലതാണ് സ്പ്രേ കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രാവൽ ചെയ്യണവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിലും നമുക്കിപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു കോളിമ്പല് കണ്ടില്ല. അച്ഛൻ ആമിക്കുട്ടീനെ ഇവിടെ കൊണ്ടാക്കിയതാണ്. ആമി സ്കൂളിൽ പോയിട്ട് ഇപ്പോഴാണ് ഇവിടേക്ക് എത്തുന്നത് ഗൈസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ സ്പ്രേനെ പറ്റിയിട്ട് പറഞ്ഞത്. ഇത് ഞാൻ മാത്രമല്ല എല്ലാവരും യൂസ് ചെയ്തിരുന്നിട്ട് അത്ര യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കയ്യിലും കാലിലും നമ്മുടെ എക്സ്പോസർ ആകുന്ന ഏരിയാസിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ നല്ല എഫക്റ്റ് ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്പ്രേ ചെയ്യാൻ മേക്കപ്പ് ഒന്നും പോവില്ല ഗൈസ്. ഇതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പൊ നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഇതിലുണ്ടായിരുന്നത് അൾട്രാം റോൾ ഓൺ. അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇത് കേസർ ആൻഡ് കോജിക് ആസിഡിന്റെ അൾട്രാം റോൾ ഓൺ ആണ്, ഡോക്ടർ ഷെത്തിന്റെ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പ്ലമ്മിന്റെ ഹൈലറോണിക് ആസിഡ് ആൻഡ് അക്വാലൈറ്റ് സൺസ്ക്രീൻ തന്നെയാണ്. SPF ഒക്കെ വായിൽ വെള്ളി വീഴ 50 PA+++ വരുന്ന ഈ ഒരു സംഭവം. എത്ര പ്ലസ് ഉണ്ട്? 3+ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഫേസിൽ യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യേണ്ടേ എനിക്ക് വന്നില്ല. എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി, കഴിഞ്ഞിട്ട്. പിന്നെ ഇതിലുള്ളത് 2 ലിപ്സ്റ്റിക്കാണ്. ഇതിലൊന്നും ഞാൻ വാങ്ങിയതില്ല. ഞാൻ അത് നോക്കിയതാണ്, ചെക്ക് ചെയ്തതാണ്. ഇതിലെന്തെങ്കിലും ഞാൻ വാങ്ങിയതിട്ടുണ്ടോന്നും ഇല്ല കേട്ടോ. ഈ 2 ലിപ്സ്റ്റിക്ക് നമ്മളിവിടുന്ന് പോകുമ്പോഴേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതാണ്. മെബലൈൻ്റെ 2 ഷെയ്ഡുകളാണ്. ഇത് ആമസോണിയനും ഇത് വൊയാഗറും ആണ്. രണ്ടും എന്താ പറയുക നന്നായിട്ട് പോകുന്ന ഷെയ്ഡുകളാണ് കേട്ടോ. അതിന് തന്നെ നമുക്ക് ആമിക്കുട്ടിയുടെ കാണിക്കാം. ആമിക്കുട്ടിക്ക് ഒന്നും വാങ്ങിയില്ല എന്നല്ലെങ്കിൽ നിങ്ങൾ പറയും. കുറേ ചക്രമൊക്കെ ഉണ്ട്. കണ്ട ഇങ്ങനത്തെ ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്. റിമോട്ട് കൺട്രോളാണ്. അപ്പോൾ ആമിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ആമിക്ക് ഇങ്ങനത്തെ ഒക്കെ വേണം. പിന്നെ ആമിക്ക് വാങ്ങിയത് ഇങ്ങനത്തെ ഒരു പുഴുവാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇത് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇഴയണ് കാണാൻ നല്ല രസമാണ്. കയ്യിലിരുന്ന അറിയില്ല. ഇത് നിലത്തൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ 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 എഴഞ്ഞഴിഞ്ഞ് പോകും. പിന്നെ ആമിക്ക് 2 ടോയ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിടിക്കില്ല. നമ്മള് വന്ന വഴിക്ക് തന്നെ അവളത് റാഞ്ചി കൊണ്ടുപോയി. അവള് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ആ 2 ടോയും. ഒരു ഹെലികോപ്റ്ററും വേറെ എന്തോ. പിന്നെ അതേ എടുത്തുകൊണ്ട് വരുന്നു. ഇതും ആമിക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ആമിക്ക് മാത്രമല്ല എനിക്കും ഇടയ്ക്ക് ഇങ്ങനെ കാറ്റ് കൊള്ളാം. എങ്ങടെ ഓടിയോണ്ട് നടക്കണം. ഇതിങ്ങനെ ഒരു മിനി ഫാനാണ് കേട്ടോ. ചാർജ് ഇല്ല മീല്. അതെ ചാർജ് ഉണ്ട്. നല്ലതാണ് കേട്ടോ. ഇത് വിളിക്ക് മാത്രമല്ല എനിക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ്. അല്ലെങ്കിൽ മൈക്ക് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് എടുക്കാനൊന്നും പറ്റില്ല. അടുത്തത് ആമിക്ക് വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു സാധനമാണ്. ഇത് ആമി കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാണ് ഈ പെട്ടി തുറന്നപ്പോഴാണ് ഇവളിത് കാണുന്നത്. ഇതെന്താ സംഭവം എന്ന് അവൾക്കും അറിയില്ല. നിനക്കറിയോ? ഓ കളർ ചെയ്യണതാട്ടാ. അവൾക്കറിയാം. അറിയില്ല എന്ന് പറഞ്ഞ എൻ്റെ കടാവിനെ കൊച്ചാക്കരുത് അല്ലേ. ഇതില് കുറച്ച് കണ്ടോ സ്കെച്ച് വരുന്നുണ്ട്. 4 തടിയൻ സ്കെച്ച് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞൊരു പില്ലോ പോലത്തെ ഉണ്ട് കേട്ടോ. അതിൽ കളർ ചെയ്യാന്നാണ് കളർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്തെങ്ങനെയൊക്കെ പറയണ ഫുള്ള് വെള്ളിയ. എന്നാ പിടിച്ചോ, DIY. ഇനി അടുത്തത് പിന്നെ ആമിക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയത് ഈ ഒരു ചീർപ്പാണ്.
ഇതിൽ എൻ്റെ ഐറ്റംസിനേക്കാളും കൂടുതൽ ആമിക്കുട്ടിയുടെ ഐറ്റംസ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടായി ഇപ്പോൾ. കണ്ടോ കുഞ്ഞി ബ്രഷ് കോമ്പാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് 20 റുപ്പീസിനല്ല 20 ബാത്തിന് നമുക്ക് കുറേ ഐറ്റംസ് കിട്ടണ കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിയതാണ് ഈ ഒരു കുഞ്ഞി കോമ്പ് അല്ലാമീ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിക്കാനുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഈ ഒരു ഐറ്റം ഇതെന്താ സംഭവം എന്നറിയോ? വേണ്ട, എഴുതിയതൊക്കെ തലതിരിഞ്ഞോട്ടോ കാണണ്ടാവുക. ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇതൊരു വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. വാനില ഫ്ലേവറിൽ വരുന്ന കേക്കാണ്, കേക്ക് ഐറ്റാണ്. ഇത് നമ്മൾ കഴിച്ചിട്ടില്ല ഗൈസ്, നമുക്ക് കഴിക്കണം. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതൊരു പോക്കി എന്ന് പറയുന്ന ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള സ്റ്റിക്കുകളാണ് കേട്ടോ. ചോക്ലേറ്റ് ഫ്ലേവറിൽ വരുന്ന സ്റ്റിക്കാണ്. അപ്പൊ അതവിടെ വെച്ചു. അടുത്തത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് അവിടെ നിന്ന് വാങ്ങിയൊരു ചിപ്സ് ആണ്. എന്താ സംഭവം ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല, തിന്ന് നോക്കണം. ഇപ്പൊ തിന്നാലോ? നമുക്ക് ഈ വീഡിയോയുടെ അവസാനം തിന്ന് നോക്കാം. ഇതൊക്കെ തിന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആമിക്കുട്ടിയുടെ ചെരുപ്പാണ്. ക്യൂട്ടായിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ. ആമി ഇതൊക്കെ മറന്നിരിക്കുകയായിരുന്നു ഞാൻ ഈ പെട്ടി വെച്ച് പൂട്ടിയപ്പോ. ദേ ഇതാ കണ്ടോ, ഇട്ടോ ക്രിസ്മസിന് ഇട്ടോ, ഇറങ്ങി നിൽക്ക് കണ്ട, ക്രിസ്മസിന് ഇടാം. പിന്നെ ക്രിസ്മസ് മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ ഞാൻ ആമിക്കുട്ടിക്ക് ഇതാ ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് വാങ്ങിയിട്ടുണ്ടല്ലേ, കണ്ടോ? ഇങ്ങനത്തെ ഒരു ഈ ഒരു ബോ വെച്ചിട്ടുള്ള സ്റ്റാറിന്റെ ബോ വന്നിട്ട് മെരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ഇത് മെരി ക്രിസ്മസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഹെയർ ബോ വാങ്ങിയിട്ടുണ്ട്. ആമിക്ക് ഇത് ക്രിസ്മസിന് വെക്കാം, മെരി ക്രിസ്മസ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതുപോലത്തെ ക്ലിപ്പാണ്. ഇതും ഞാൻ അതന്നെ മുന്നിൽ കണ്ടുകൊണ്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഈ ക്രിസ്മസ് എല്ലാം വരുന്നതെന്ന് വെച്ചിട്ട് തായ്ലൻഡിൽ നല്ല സെലിബ്രേഷൻ ആണ് കേട്ടോ. ക്രിസ്മസ് നന്നായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, കുറേ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വ്ളോഗിലൊക്കെ. ഞാനായിട്ട് ഇനിയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് കണ്ടോ, കുറച്ച് ജെല്ലീസ് ആണ് കേട്ടോ. എന്തിൻ്റെയാണെന്നറിയോ? ഗ്രേപ്പിന്റെ ജെല്ലി പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആമിക്കുട്ടി എടുത്തിട്ടതാണ് കേട്ടോ അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് സ്ട്രോബെറിയുടെ ജെല്ലീസ് ആണ് കേട്ടോ, ജെല്ലീസ് ആണ്, സ്ട്രോബെറിയുടെ വരുന്നുണ്ട്. ഗ്രേപ്പിന്റെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് സ്ട്രോബെറിയുടെ തന്നെ ജെല്ലി, കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ജെല്ലീസ് ആണ് കേട്ടോ. അത് ആമിക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താ ഐറ്റം എന്നറിയോ? ഇതേ ക്യാപ്സ്യൂൾസ് ആണ്. ഇത് എന്തിനാ ഞാൻ വാങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് എന്തിനാ ഇപ്പൊ ഞാൻ വാങ്ങിയാവോ? നമുക്ക് പെയിൻ റിലീഫിനായിട്ടുള്ള ക്യാപ്സ്യൂൾസ് ആണ്. നമുക്ക് നടുവേദന വരില്ലേ, ഇത് കണ്ട, നടുവേദന വരുമ്പോഴും നമുക്ക് കഴിക്കാനായിട്ടുള്ള ക്യാപ്സ്യൂൾസ്. സ്പൈനിന് നമുക്ക് വേദന വരുമ്പോൾ കഴിക്കാനാ. ഞാൻ വിചാരിച്ചു, എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു, സ്റ്റിക്കേഴ്സ് ആയിരുന്നു, വേദന വരുന്നൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ് ഇല്ലേ, അതാണ് കരുതിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ക്യാപ്സ്യൂൾസ്. വായിച്ച് നോക്കാണ്ട് ഇതിൽ ഇംഗ്ലീഷിൽ പച്ച മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ക്യാപ്സ്യൂൾസ് ആണെന്ന്. എന്നിട്ട് ഞാനത് എടുത്തിട്ടു ഗൈസ്, സ്റ്റിക്കേഴ്സാണെന്ന് വിചാരിച്ച ഞാൻ മണ്ടിയായി. അപ്പോൾ ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ നോക്കണത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് 20 ബാത്തിന് കുറേ ഇങ്ങനത്തെ വെറ്റ് വൈപ്സ് ഉണ്ടായിരുന്നു. നല്ല സ്മെല്ലുള്ള, നല്ല ഫ്രാഗ്രൻസ് ഉള്ളത്. ആമിക്കുട്ടിക്ക് ഇത് കുറേ ആവശ്യം വേണ്ടി വന്നിരുന്നു കേട്ടോ. അവിടെ ഇരിക്കും, കുറച്ച് നമ്മുടെ കാറിൽ വെച്ചിട്ടുണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ. പിന്നെ ഒരു ബോക്സ് എടുത്ത് ഞാൻ ഇതിൽ വെച്ചു വിട്ടാം. എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ സ്ട്രിങ് കണ്ടോ, വലിയ സ്ട്രിങ് ആണ്. ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബെൽറ്റാണ്. നമ്മുടെ ബാഗിൽ എത്ര നീട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് സൈഡിൽ ഇടാനായിട്ട് ഇതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ട, ഈ ഒരു സ്ട്രിങ് ഇതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് നമ്മുടെ ഇനി വരുന്ന വീഡിയോയിൽ ഉണ്ടായിരിക്കും കേട്ടോ, ഈ ഒരു ക്യാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഐലൻഡ് പോയിട്ടുണ്ട്, കോറൽ ഐലൻഡ് പോയപ്പോഴും നല്ല ചുട്ട പൊരിഞ്ഞ വെയിലായിരുന്നു. ഞാനപ്പോൾ ക്യാപ്പ് എടുക്കാൻ മറന്നു. അപ്പോൾ തായ്ലൻഡ് നിന്നാണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ, ചിലപ്പോൾ തിരിഞ്ഞാവും കാണുന്നുണ്ടാവുക. ആ ഒരു ക്യാപ്പ് നമ്മൾ വാങ്ങി ഗൈസ്. അയ്യോ, ഇങ്ങനെയല്ല കേട്ടോ അത് വെക്കുക, ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, കാണിക്കണം നേരം കാണ്ടിരിക്കേ. അത് മനസ്സിലായി എനിക്ക്. അവർക്ക് ആമി പറയാതെ ബാക്കിൽ എഴുതിയിട്ടുള്ള, അല്ല ഫ്രണ്ടിൽ എഴുതിയിട്ടുള്ള, ബാക്കിലേക്ക് വെക്കല്ലേ എന്നാണ് പറഞ്ഞത്. ആകെ വളഞ്ഞൊടിഞ്ഞു കേട്ടാ ബാഗിൽ വെച്ചിട്ട്. ഓക്കെ, ഇപ്പൊ ശരിയായില്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു കാശ് കളഞ്ഞു കേസ്, അത്ര പറഞ്ഞാൽ മതി. ഞാൻ വേറെ ക്യാപ്പൊക്കെ നമ്മളോട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബാക്ക് പാക്ക് ചെയ്തിരുന്ന സമയത്ത്. പക്ഷെ കോറൽ ഐലൻഡിൽ ഇത്രയും വെയിലുണ്ടാകുന്നു, നമ്മൾ കരിഞ്ഞുടങ്ങുന്ന ടൈപ്പ് വെയിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല.
ഇത് ആമിക്കുട്ടിക്ക് വാങ്ങിയതാണ്. ഈ ബോട്ടിൽ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്. ഇത് നമുക്ക് 20 ബാത്തിന് അങ്ങനെ കിട്ടണതാണ്. കുറേ ഇതില് ഹെയർ ബാൻഡുകളുണ്ട് പല കളറിൽ, ഇങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ ഉള്ളത്. നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആമിക്കുട്ടിക്ക് വാങ്ങിയ പ്യുവർ പെട്രോളിയം ജെല്ലിയാണ് കേട്ടോ. പെട്രോളിയം ജെല്ലിയാണ്, നമ്മൾ ബേബീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത്. നമ്മൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് പോക്കി സ്റ്റിക്സ്. ഈ പോക്കി എന്ന് പറയണത് നട്ടി ആൽമണ്ട് ഫ്ലേവറിൽ വരുന്ന സ്റ്റിക്സ് ആണ് കേട്ടോ. നമുക്ക് അവസാനം, ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഇതൊക്കെ പൊടിച്ച് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു മിറർ വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് തന്നെ ഹാൻഡ് ബാഗിൽ വെച്ച് കൊണ്ടുപോകാനായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു മിറർ ഉണ്ട്. മിററിന്റെ കൂടെ വരട്ടെ ഇതൊന്നും കാണിക്കട്ടെടാ. ഇതേ ഒരു കോംബോ ഉണ്ട്, കുഞ്ഞൊരു കോംബോ ഉണ്ട്, ഒരു മിററും ഉണ്ട്. കോംബോ നമുക്ക് ഇതിലിങ്ങനെ വെക്കാട്ടോ, ഈ ചീപ്പ്. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചോ, പൊട്ടിക്കരുത് കേട്ടാ. അപ്പോൾ ഈ ഒരു ഐറ്റം നെയിൽ കട്ടർ വാങ്ങിയിട്ടുണ്ട്. ഇതേ കണ്ട നെയിൽ കട്ടർ 20 ബാത്തിന്റെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിലൊരെണ്ണം ഒന്നിനും കൊള്ളില്ല, മൂർച്ചയും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഒരെണ്ണത്തിന് നല്ല മൂർച്ചയുണ്ട് കേട്ടോ, ഒരെണ്ണം ഒന്നിനും കൊള്ളില്ല. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനത്തെ പെർഫ്യൂംസ് ആണ്. പെർഫ്യൂം അല്ല, ഇത് ബോഡി മിസ്റ്റുകളാണ്. 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്, പക്ഷെ ഒത്തിരി ഒന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ആളുകൾ ഫുള്ള് ഇങ്ങനത്തെ ഈ ഒരു സെന്റിന്റെ ഒരു എന്താ പറയാ, ഈ ഒരു ബോഡി മിസ്റ്റിന്റെ സ്മെല്ലാന്ന് തോന്നുന്നു. എല്ലാവരും ഇതുപോലത്തെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളെയും തായ്ലൻഡിന്റെ സ്മെല്ലായി. ഇതടിച്ച് കഴിയുമ്പോൾ തായ്ലൻഡിലെ ആൾക്കാരുടെ ഒരു സ്മെല്ല്. അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെയൊക്കെയാണ് യൂസ് ചെയ്യണേന്ന് തോന്നുന്നു കേട്ടോ. അവരടുത്തൂടെ ഒക്കെ പോകുമ്പോൾ ഈ ഇങ്ങനത്തെയൊക്കെ മണങ്ങളാണ് വരാറ്. പിന്നെ 2 റോൾ ഓൺസ് ആണ്. ഒന്ന് സെക്സി പെർഫ്യൂം റോൾ ഓൺ വാങ്ങി പൊളിച്ചു കേട്ടോ ഗൈസ്. ഇതിന്റെ സ്മെല്ല് നമുക്ക് തുറന്ന് അവിടെ ഇങ്ങനെ നോക്കാനൊന്നും പറ്റില്ല, ടെസ്റ്ററൊന്നും ഇല്ല. കുഞ്ഞൊരു ഭയങ്കര നല്ലതെന്നൊന്നും എടുത്ത് പറയാനില്ല, കുഴപ്പമില്ല കേട്ടാ. ലാസ്റ്റ് ചെയ്തൊന്നും അറിയില്ല, നമ്മൾ വിചാരിച്ച അത്രയ്ക്കൊന്നുമില്ല. പിന്നെ ഒരെണ്ണം കൂടെ വാങ്ങിയിട്ടില്ലേ, അതെ ഇത് ഞാൻ കാണിക്കാം കേട്ടോ. അത് സ്പ്രേ ആണ്, കുഞ്ഞു സ്പ്രേ ആണിത്. നോക്കട്ടെ. ഇത് നേരത്തെ പറഞ്ഞ ബോഡി മിസ്റ്റുകൾ ഇല്ലേ, അതിന്റെ അതേ സ്മെല്ല. നല്ല സ്മെല്ലാട്ടോ. ഇത് ലാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ബാക്ക് പെയിന്റെ ക്യാപ്സ്യൂൾ ഒരെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വട്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ക്യൂട്ട് പ്രസ് എന്ന് പറയുന്ന എക്സ്പേർട്ട് പ്രൊട്ടക്ഷൻ ഓൾ ഡേ ബ്രൈറ്റ് ടോൺ അപ്പ് സൺസ്ക്രീൻ ആണ്. ഒരു സാഷേ വാങ്ങിയിട്ടുണ്ട്, ഒരു സാച്ചറ്റ്, കുഞ്ഞൊരു സാച്ചറ്റ് ആണത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് അതേ ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ ഒരു ടൈപ്പ്. ഞാൻ ആകെ ഇങ്ങനത്തെ ഒരു സാഷേ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇത് കോറൽ ഷെയ്ഡ് ആണ്, മെറീസ്കോ അവിടുത്തെ ഏതൊരു ബ്രാൻഡാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സാഷേ വാങ്ങിയിട്ടുണ്ട്. അത് കണ്ട് ഈ ഒരു കോറൽ ഓറഞ്ച് ടിൻറ്റിൽ വരുന്നതാണ്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ലിപ് ബാം ആണ് കേട്ടോ. കിസ് ബ്യൂട്ടിയുടെ ആണ്, മാറ്റ് ലിപ് ഗ്ലോസ് കിസ് ബ്യൂട്ടി. ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ, കുഞ്ഞു ഹാർട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കത് അതിങ്ങനെയാണ് നമ്മൾ തുറക്കാം. ഇതും ഒരു കോറൽ ഷെയ്ഡിൽ വരുന്ന, ഒരു പീച്ച് കോറൽ ഷെയ്ഡിൽ വരുന്ന എന്താ പറയാ ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇനി നമ്മുടെ ഫൈനൽ വന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു പൗച്ച് ഞാൻ അവിടുന്ന് വാങ്ങിയത്. ഞാൻ അവിടുന്ന് 20 ബാത്തിന് കിട്ടിയതാണ്. ഫുൾ മാഗ്നറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ട തായ്ലൻഡിൽ നിന്ന് എഴുതിയിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റുകളാണ്. നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്യണം. അപ്പം അത് നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം. പിന്നെ ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്, ഇതും തായ്ലൻഡിൽ നിന്ന് എഴുതിയിട്ടുള്ള ഒരു മാഗ്നറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഞാൻ ആമിക്ക് വാങ്ങിയ ഒരു ക്ലിപ്പാണ് കേട്ടോ. അതേ കണ്ടോ, ഗ്രീൻ കളർ. പക്ഷെ ഇത് ആമിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, എനിക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഹെയർ വേണം, കണ്ടങ്ങനെ നീണ്ട് കിടക്കണം ഹെയർ. ആമി വലിയ കുട്ടിയാകുമ്പോൾ യൂസ് ചെയ്യും കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ ഉണ്ടായാൽ കൊള്ളാം. ഇനി അടുത്തത് ഇങ്ങനത്തെ റെഡ് വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, വലിയ കുട്ടിയാകുമ്പോൾ ഇടും. പിന്നെ നമ്മൾ ഇയറിങ്സ് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ 20 ബാത്തിന് ഉണ്ടായിരുന്നതാണ് ഇങ്ങനത്തെ ഡ്രോപ്പ് ഇയറിങ്സ്. പിന്നെ നമ്മുടെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കാണിച്ചിട്ട്, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ വരുന്ന ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഞാൻ പറഞ്ഞില്ല, അവിടെ ഇങ്ങനെ കുറേ പേര് നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ എടുത്ത് കിട്ടും.
അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഫാമിലി ഫോട്ടോ. അത് ഒരു മാഗ്നറ്റ് ആക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായി. അപ്പൊ പിന്നെ നമ്മൾ വാങ്ങിയത് ഇങ്ങനത്തെ ഒരു ഡ്രോപ്പ് ഇയറിങ്സ്, പിന്നെ അതെ ഇങ്ങനത്തെ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഇയറിങ്സ് 3 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ചിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ആമി? ഞാൻ ആമി ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. അയ്യോ ആമി വെറുതെ ശരിയാട്ടാ, ഇതില് കൊറേ പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതേ കണ്ട, നോക്കിക്കേ, കണ്ട പച്ചമുളക് ചെത്തി ചെത്തിട്ടിരിക്കാണ് കേട്ടോ. ഇത് കണ്ടാ മീ കഴിച്ചു നോക്കാല്ലേ? ഞാൻ നോക്കട്ടെ. നല്ല എരിവുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഒരു ബാഡ് സ്മെല്ലുണ്ട്. എന്തിന്റെ സ്മെല്ല്? ഇതിലവരെന്തിൻ്റെയാണെന്നറിയോ കാണിക്കണത്? ഷ്രിമ്പിന്റെ പ്രോൺസിന്റെ ചിപ്സ് എന്ന് പറയണ അങ്ങനത്തെ ഒരു മണം ഉണ്ട് കേട്ടോ. ഒരു ബാഡ് സ്മെൽ ഉണ്ടില്ല നോക്കി. അത് തിന്നുമ്പോ കുഴപ്പമില്ല, തിന്നുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. പോക്കി സ്റ്റിക്സ്. ഓ മാമൻ്റെ കൂടെ അവള് കഴിച്ചെന്നു. ഇത് കൊള്ളാട്ടാ. നമുക്ക് ഈ ഒരു പോക്കി സ്റ്റിക്ക് നോക്കാം. ഇത് ചോക്ലേറ്റ് ഫ്ലേവറിൽ വരുന്ന. അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാഷേ ആയിട്ട്. നല്ല രസമുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെ. ശരി കയ്പൊക്കെ ഉണ്ട്. നല്ല ഒറിജിനൽ ചോക്ലേറ്റ് ആണെന്നുണ്ട്. കൊള്ളാം. അടുത്ത ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റം കേട്ടാ. സിസർ എടുത്ത് വേണ്ട, ജെല്ലിയാണ് ഗൈസ്, ജെല്ലി. ഞങ്ങളുടെക്കോ ഭയങ്കര ചിക്കി രസമുണ്ട് കേട്ടാ, രസമുണ്ട്. അപ്പൊ ഈ ജെല്ലൊന്നും പൊട്ടിക്കണില്ല. ഇതൊക്കെ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ തുറന്നു വെക്കാൻ എനിക്ക് വയ്യ. കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബബ്ലൂസ് നാരങ്ങ പൊട്ടിച്ച് ട്രൈ ചെയ്യാം. കേക്ക് ഇത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് ആണ്. നമുക്ക് ഓരോ കേക്ക് തിന്നാം. നല്ല എന്താ പറയാ, നല്ല സോഫ്റ്റ് സ്വീറ്റ് എന്ന് പറഞ്ഞത്, സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാന്നുകൊണ്ട് നല്ല രസമുണ്ട്. കൊള്ളാം അല്ലേ? ക്രീം ഉണ്ട് കേട്ടോ, വാനില ക്രീം വെച്ചിട്ട്. സോഫ്റ്റാ, നല്ല സാധനം. രസമുണ്ട് കേട്ടാ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒട്ടിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ഗോവയിൽ പോയപ്പോൾ വാങ്ങിയ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. നമ്മൾ തായ്ലൻഡിൽ പോയപ്പോൾ 3 എണ്ണം വാങ്ങി. തായാമി കുട്ടി നമുക്ക് ഒട്ടിക്കാം. യാമി ഒട്ടിക്കണം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ ഫോട്ടോ വരുന്ന ഫ്രിഡ്ജ് മാഗ്നറ്റ്. കണ്ട ഗൈസ്, അടുത്ത മാഗ്നറ്റ്. ഓക്കെ, ആമി കുട്ടിയാണ് കേട്ടോ അടുത്ത മാഗ്നറ്റ് ഒട്ടിക്കുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത തൊട്ടിക്ക് തായ്ലൻഡിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ തായ്ലൻഡിലെ ഫ്രിഡ്ജ് മാഗ്നറ്റുകളാണ്.
നീര് നമ്മുടെ കണ്ണിലൊക്കെ പോയി കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് നീറും. എനിക്ക് ഓർമ്മയുണ്ട് ചെറുതിലെ മാമന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഉത്സവത്തിന്റെ സമയത്ത് ഇങ്ങനത്തെ കുറേ കൊണ്ടുപോയിട്ടാണ് ചിലര് ഇവിടെ ആരൊക്കെ കൊണ്ടുവരാറുണ്ട്. അത് ഞങ്ങൾ എല്ലാവരും കൂടെ പൊളിച്ച് കഴിക്കുമ്പോൾ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ കണ്ണിക്കാക്കി കഴിഞ്ഞാൽ നല്ലോണം നീര് ഒരു സാധനം കണ്ട ഇങ്ങനെ പൊളിച്ചെടുക്കണം. ഇത്രയ്ക്ക് കട്ടിയുണ്ട്. പിന്നെ മാമിന്റെ അവിടെ വെച്ചിട്ടാണ് അയച്ചത്. ഇത് കടിച്ചു പറിച്ച് വലിച്ചെടുക്കണ്ട കേട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ആലുകൂട്ടിക്ക് ആക്കി കൊടുക്കട്ടെ കേട്ടാ. എന്നാ ഇങ്ങനെ കഴിച്ചാ മീ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം വന്നത് നമ്മുടെ താലിന്റെ പെട്ടി അൺബോക്സ് ചെയ്ത് ഞങ്ങളെ കാണിക്കാന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ. അതിന്റെ കൂടെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങൾ കൂടെ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കാം. ബൈ.